Hi all, Assalamu alaikum warahmatullahi wabarakatuh. Welcome back to our channel. നമ്മളൊരു 20 ദിവസത്തോളമായി നോർമലായിട്ടുള്ള നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇട്ടിട്ട് കേട്ടോ. അങ്ങനെ ഇത് വന്നിട്ട് ഒരു 15 ദിവസം മുമ്പ് തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഇത്ര ദിവസം പറയാത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതേ മക്കൾക്ക് വൈകുന്നേരം ഇവിടെ മദ്രസ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്നാക്സ് കൊണ്ട് കൊടുക്കാനായിട്ട് പോയതാണ്. അപ്പോൾ മക്കളെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറിൻ്റെ കുട്ടികൾക്കും കൂടെ ഒന്ന് ബോക്സിലാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ രാത്രി ഇതേ ഫുഡ് കൊടുക്കൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മക്കളെല്ലാവരും ഇറങ്ങി ഇതേ പിറ്റേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ ചെടിയിലുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് പറിക്കാനായിട്ട് പോയതാണേ. തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തിന് നമുക്ക് പാലക് റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ ഓൾ തന്നെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസാണ് കൂടുതലായിട്ടും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. ഇന്ന് നമ്മൾ പാലക് റൈസ് അല്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാസ്മതി റൈസ് എടുത്ത് വാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും മറന്നു പോകും, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ പറയുന്നത്. പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് ചെയ്യുക. മടിയുള്ളവർ ജസ്റ്റ് ഒരു ഇമോജിയെങ്കിലും ഇടുക കേട്ടോ. അപ്പോൾ ബാസ്മതി റൈസ് ഞാനിത് ചോറ് വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിങ്ക് സോൾട്ടാണ് അതിൻ്റെ കൂടെ ഇട്ടത്. പിന്നെ ഇന്നൊരു സന്തോഷ നിമിഷം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വാങ്ങി വെച്ചൊരു പാത്രമായിരുന്നു, ബിരിയാണി പോട്ടായിരുന്നു. വലുതാണ് കേട്ടോ, നല്ല വായൊക്കെ എന്താ പറയുക വലുപ്പമുള്ളതായതുകൊണ്ട് വെക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ അത് ഇന്ന് ഉദ്ഘാടനമാണ് കേട്ടോ. നമ്മൾ പൊതുവെ സ്ത്രീകൾക്ക് ഉദ്ഘാടന ദിവസം ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പാലക് റൈസിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ ഞാനിതേ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് ഭംഗിയിലാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പച്ചമുളക്, കുറച്ച് ഗാർലിക്ക്, പിന്നെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ പാന് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ട, ഏലക്ക, കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും കൂടി ഇട്ടിട്ട് അതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ പിങ്ക് സോൾട്ട്, ഗാർലിക് പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ടർമറിക് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ പാലക് പേസ്റ്റ് ഇല്ലേ, അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പാലക്കിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് വിട്ട് വരണം. അപ്പോഴേക്കും ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാവേ. നമ്മളെല്ലാവരും ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഈ പീസ്, റിലാക്സേഷനൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരും. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ആ ഒരു എസ്കേപ്പ് ഇൻ ടു നേച്ചർ, അതായത് ഒരു നേച്ചുറലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ഈ ബിസി ഷെഡ്യൂൾ കാരണം നമുക്കതിനൊന്നും സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ആ ഒരു നേച്ചർ നമുക്ക് താൽക്കാലികമായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ജസ്റ്റ് എന്ത് വേണമെന്നറിയോ, നല്ല അടിപൊളി സംഭവം കേട്ടോ. നമ്മൾ ആ ഒരു നാച്ചുറായിട്ടുള്ളൊരു നമുക്ക് തിരിച്ച് കിട്ടുന്ന ആ ഒരു ഫീൽ, ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മാമ എർത്തിൻ്റെ ഇൻ ടു ദി വാലി എന്ന് പറഞ്ഞാൽ പ്രീമിയം റേഞ്ചിലുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു നാച്ചുറായിട്ടുള്ള ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് കിട്ടുന്നത്. ഇത് വന്നിട്ട് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഓൾ സ്കിൻ ടൈപ്പിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ എങ്ങടെയെങ്കിലും പോയിട്ട് തിരിച്ച് വരുന്നവരെയും നല്ല അടിപൊളി സ്മെല്ല് അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം മണമാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിങ് അതുപോലെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അടുത്ത മാമ എർത്തിൻ്റെ ഇൻ ടു ദി സൺസെറ്റ്. ഇപ്പോൾ സൺസെറ്റിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ കടലിൽ അവിടെയൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ഒരു വൈബ് ഉണ്ടാവില്ല. ആ ഒരു വൈബ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. കാമൻ കൂളായിട്ടുള്ളൊരു
ഒരു എന്താ പറയുക ഒരു മണമല്ലേ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാമാർത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. മാമാർത്തിൻ്റെ ആപ്പിലും വെബ്സൈറ്റിലും വാങ്ങുന്ന സമയത്ത് 20% ഡിസ്കൗണ്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ കൂപ്പൺ കോഡായ സിലു 2024 എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഓഫ്ലൈനിലും അവൈലബിൾ ആയിരുന്നു. ഷോപ്പുകളിൽ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇനി ഒന്ന് മെസ്സേജ് ചെയ്യുക. അതേപോലെ തന്നെ മാമാർത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് വാല്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒനിയൻ ഷാമ്പൂ സുപ്പീരിയർ ക്വാളിറ്റിയിൽ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കാം. പാലൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഞാനിപ്പുറത്ത് നമുക്ക് സാലഡിന് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ക്യാരറ്റ് ആവശ്യമുണ്ടായിരുന്നു, ഒരു ക്യാരറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കുക്കുമ്പർ എടുക്കുന്നുണ്ട്. ഇതുപോലെ ചീകി എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇതുപോലെ കളയണം കേട്ടോ. അപ്പോൾ ഒരു കയ്പ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും എടുത്ത് വയ്ക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് നമ്മുടെ പാലക്കുന്ന് ആ ഒരു എണ്ണ ഇങ്ങനെ വേർപെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായി എന്ന് അർത്ഥം കേട്ടോ. അപ്പോഴേക്കും ഞാനിത് അവിടേക്ക് ഒന്ന് ഇടയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോറ് റൈസ് റെഡി ആയിട്ടുണ്ടായിരുന്നു, അതിന് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് എന്താ പറയുക, വെള്ളം കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ ഈ ഒരു റൈസിന് നമുക്ക് കുറച്ച് കുട്ടികൾക്ക് ഇങ്ങനെ എന്താ പറയുക വെള്ളത്തോടെ, നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് നമുക്ക് ഈ റെസിപ്പി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവാണ് വേണ്ടത്. ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വരില്ല, പക്ഷേ മക്കൾക്ക് ഓക്കെയാണ്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. മസാലയൊക്കെ ഫുള്ളായിട്ട് ഇതിലേക്ക് വരുന്നവരെ ലാസ്റ്റ് കുറച്ച് മല്ലിയില മേലേക്ക് തൂക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊരു ബട്ടർ കഷ്ണം വെച്ചിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല മണം അതിലേക്ക് നന്നായിട്ട് ഇറങ്ങും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ സാലഡിൻ്റെ പണിയിലേക്കാണ്. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചോറിന് കൂടെ. അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ സാലഡിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് എരിവില്ലാത്തൊരു മുളകാണ് കേട്ടോ. ഒരു ടൈപ്പ് മുളകാണ്, നമുക്ക് കഴിച്ചാലും എരിവൊന്നും ഉണ്ടാവില്ല. അതും കൂടെ അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഓടി ഒന്ന് ഞാൻ വേഗം കുട്ടികൾക്ക് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുന്നതിൽ ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇച്ചു ബേബി എണിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കഴിക്കാൻ ഒരു കഷ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവൾ മിണ്ടാതെ സൈലൻ്റായിട്ട് അവിടെ എവിടെയെങ്കിലും പോയി, അത് കഴിയുന്ന വരെ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കും കേട്ടോ. അപ്പോൾ വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും കൊടുത്തിട്ടാണ് രാവിലത്തെ പണികളൊക്കെ ഒപ്പിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് രാവിലെ ചെറിയ ബേബീനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ കുട്ടികളിങ്ങനെ കരയുമ്പോൾ നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ രാവിലെ സമയം ഫുൾ ആൻഡ് ഫുള്ളി ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാവുക. ആരും ഹെൽപ്പ് ചെയ്യാൻ ഈ ടൈമുകളിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബേബിക്ക് എന്തെങ്കിലും കയ്യിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അവൾ മിണ്ടാതിരുന്നോളും. പിന്നെ അതേ അടുത്തത് എന്താ പറയുക, കുക്കുമ്പർ നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിനെ കൊടുക്കുന്നതുകൊണ്ടാണ് മക്കൾക്കത് ശീലമാവുന്നത് കേട്ടോ. പെട്ടെന്ന് ഒരു ദിവസം നമ്മളതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും കഴിക്കില്ല. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് കുറച്ച് പെപ്പർ, പിന്നെ പിങ്ക് സോൾട്ട് ഇടുന്നുണ്ട്. പിന്നെ കട്ട തൈരാണ്, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര് തന്നെ മതിയാവും കേട്ടോ. ഇതുപോലെ ഒരു 4-5 സ്കൂപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ കുറച്ചൊരു കൊറിയൻ സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോയ സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ കളർ മാറും. പിന്നെ കുറച്ച് സെസമേ സീഡാണ് വെള്ളയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇല്ല താങ്ക് യു മമ്മി പ്ലീസ് പറഞ്ഞപ്പോ എന്നിട്ട് അവള് വേറെ നമ്മൾ ലഞ്ച് ബോക്സ് ഷോർട്സ് വീഡിയോ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടേബിളെല്ലാം അതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് അപ്പുറത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇതുപോലെ ഫ്ലവേഴ്സ് ഷേപ്പൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകും. പൊതുവെ കുട്ടികളുടെ സൈക്കോളജി അങ്ങനെയാണ്, കുറച്ച് കളർഫുള്ളായിട്ടും കുറച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലും ഒക്കെ നമ്മൾ ആക്കി കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ആക്കി കൊടുക്കാം. ഇന്ന തന്നെ വേണം നിർബന്ധമല്ല കേട്ടോ.
എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് റനക്കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ റനക്കുട്ടിയാണ് കേട്ടോ എനിക്ക് ഷോർട്സിന് ഷൂട്ട് ചെയ്ത് തരിക. കാരണം അതിങ്ങനെ ക്യാമറ മൂവിങ് ആയിരിക്കണമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാം ദേ സെറ്റായിട്ടുണ്ട്. ഇന്ന് നമ്മൾ 6 ലഞ്ച് ബോക്സാണ് ആക്കുന്നത്. ഒരെണ്ണം വന്നിട്ട് നമ്മുടെ ഇച്ചിലു ബേബിക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാനുള്ള ഒരു ബോക്സും ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം നമ്മുടെ കുട്ടികൾക്കും ഒരെണ്ണം നമ്മുടെ റനക്കുട്ടീൻ്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ട് അങ്ങനെ ലഞ്ച് ബോക്സ് ചിലപ്പോൾ കൊണ്ടുവരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മോൾക്കും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ റൈസ് ഇങ്ങനെയാണ് റെഡി ആയിട്ടുള്ളത്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഫസ്റ്റായിട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ സൂപ്പറായിട്ട് സെയിലാവുന്ന ഒരു അടിപൊളി റൈസാണ് ഈ പാലക് റൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ അധികം കിട്ടൂല. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻസ് കൂടുതലായിട്ടും കഴിക്കുന്ന അടിപൊളി ഫുഡാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങളിതുപോലെ കഴിച്ച് കണ്ടിട്ട് മക്കൾ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നമ്മൾ ട്രൈ ചെയ്തതാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മളൊരു 2 ഇയേഴ്സ് ബാക്കും ഇതുപോലെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു സാലഡും ഇതിലേക്ക് എന്തെങ്കിലും നമ്മൾ ഈ മിച്ചറോ ബൂന്തി പോലെയുള്ള സംഭവം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ കോൺഫ്ലേക്സോ അതുപോലത്തെ സംഭവമൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ സാലഡ് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ വയറ് നല്ല ഫില്ലായിട്ടും ഉണ്ടാവും. നമുക്ക് വിശക്കുകയില്ല, നമുക്ക് വെയിറ്റ് ഗെയിൻ വരും എന്നുള്ള പേടിയും വേണ്ട കേട്ടോ. അപ്പോൾ അടുത്തത് ഇതൊക്കെ വന്നിട്ട് ഷോർട്സിന് എടുക്കുന്ന ആ ഒരു ഇത് നമ്മൾ വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആകെ ഒരു ഓറഞ്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ 6 കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ ടിഫിൻ ബോക്സിലും വെക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റാണ് ഇതുപോലെ എല്ലാ ടിഫിൻ ബോക്സിലും വെക്കുന്നത്. കുക്കുമ്പറും അതുപോലെ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് ഫുഡൊന്നും രാവിലെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചിലവാക്കാറില്ല. ഒന്നിച്ച് കാണുമ്പോൾ ചിലർക്ക് അയ്യോ ഇത്രയും കുട്ടികൾ കഴിക്കുമോ എന്നൊക്കെ തോന്നാം. ആക്ച്വലി ഓരോ ടിഫിൻ ബോക്സിലും കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കുറച്ച് ഭംഗിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ടിഫിൻ ബോക്സ് റെഡിയാക്കുന്ന കണ്ടാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് നമ്മൾ ലഞ്ച് ബോക്സ് ആക്കുന്നില്ല, പെട്ടെന്ന് റെസിപ്പിയൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട്. വയനാട്ടിൽ ആ ഒരു ദുരന്തമായതിന് ശേഷം നമുക്ക് നോർമൽ വ്ളോഗ്സ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ എനിക്ക് യാത്രകളുണ്ടായിരുന്നല്ലോ. അപ്പോൾ റനക്കുട്ടീൻ്റെ സെറ്റായിട്ട് റനക്കുട്ടി എടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ഇച്ചിലു ബേബിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 8:30-9 മണി ഏകദേശം. റൺകുട്ടി പോണ ടൈമെന്ന് പറയുമ്പോൾ 9 മണിയാണ്. അപ്പോൾ 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിലു ബേബിക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ ടേബിൾ ഉണ്ടല്ലോ, കുഞ്ഞ് ടേബിളിൽ പോയിട്ട് ചെയറൊക്കെ ഇട്ടിട്ട് അവൾ തന്നെ ഇരുന്നിട്ട് കഴിച്ചോളും. അപ്പോൾ ഞാൻ കുറേ ദിവസം, അതായത് ഇത് നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട് 10-20 ദിവസം മുമ്പ്. എങ്കിൽ പോലും ഒന്നും കൂടെ പറയുകയാണ്. കുറേ പേര് കുറേ ടൈപ്പുള്ള കമൻസ് കാര്യങ്ങൾ ഇടുമ്പോൾ ചിലർ ചോദിക്കാം എന്തിനാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് അവനവൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. പക്ഷേ അത് തന്നെ ഞാൻ കമൻ്റായിട്ട് റിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അഹങ്കാരം ഉള്ളതായിട്ടൊക്കെ ചിലർക്ക് തോന്നും. എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ വേറെ ആരെങ്കിലും പറഞ്ഞ പ്രശ്നമില്ല, ഞാൻ പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പം തോന്നി, ഞാൻ പറഞ്ഞല്ലോ ഇത് 10 ദിവസം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്തതാണ്, ഇങ്ങനെ ഒരു നോർമൽ ലഞ്ച് ബോക്സിലേക്ക് മാറ്റി കാണിച്ചു കൊടുക്കണം എന്ന് തോന്നിയിട്ടോ. അങ്ങനെ നമ്മൾ ആക്കുന്നതാണ്. ഈ ഏറ്റവും വലിയ ടിഫിൻ ബോക്സിലുള്ള ഒരു സംഭവമാണ് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുള്ളത്. നോർമൽ ടിഫിൻ ബോക്സിൽ അതിൻ്റെ ഒരു എന്താ പറയുക 4/1 ഭാഗം പോലും റൈസ് വരുന്നില്ല. എല്ലാവരും കഴിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. ചോറും കറിയും മുട്ടയും പപ്പടം പറഞ്ഞ പോലെ എല്ലാവരും കൊണ്ടുവന്ന പോലെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും സാലഡും ആക്കുന്നു എന്ന് മാത്രം. നമ്മൾ പറയുന്ന പേരും ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അഹങ്കാരിയും ആഡംബരമായിട്ട് തോന്നാം സാലഡ് എന്നൊക്കെ പറയുമ്പോൾ. തൈരും ഉള്ളിയും വെള്ളരിക്കയും അല്ലെങ്കിൽ അക്കരിക്കയും ഒക്കെ ആക്കിയിട്ടൊരു സാധനം. പിന്നെ അതുപോലെ ചീരച്ചോറ്, പാലക് റൈസ് എന്ന് പറയുമ്പോഴും അഹങ്കാരമായിട്ട് തോന്നാമല്ലോ. അങ്ങനെയൊക്കെ. പിന്നെ ആകെ ഒരു ഓറഞ്ചാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. അവരുടെ സ്കൂളിൽ പൊതുവേ അങ്ങനെ മക്കളൊക്കെ സ്നാക്സിന് നട്ട്സും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ലാളിത്യം കാണിക്കാനും വേണ്ടിയിട്ട് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊരു വിഷമാവൂലേ. അപ്പോൾ എത്ര പറഞ്ഞാലും ചിലർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോഴെത്രയോ ബെറ്ററാണ്. കുറേ ആൾക്കാരൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സാണ് ആക്ച്വലി ആഡംബരം, നമ്മുടെ ഫുഡല്ല. എനിക്ക് ഇങ്ങനത്തെ ലഞ്ച് ബോക്സ്, ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അങ്ങനെ ആക്കി കൊടുക്കുന്നു എന്ന് മാത്രമാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർ കഴിക്കുന്നതിൻ്റെയും അളവ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഓരോ ടിഫനിലും വ്യത്യസ്തമായിട്ടാണ് ആക്കി കൊടുക്കുന്നത്. ഹയാൻകുട്ടൻ്റെ ടിഫനിൽ ഇതേ വീണ്ടും ഞാൻ ചോറാക്കുന്നുണ്ട്. കാരണം ആൺകുട്ടികളാണ്, അവർ നന്നായിട്ട് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ കൈയിട്ട് വരും. അപ്പോൾ വേറെ കുട്ടികൾക്കും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സൈഡിലുള്ള സാധനം മാറ്റിയിട്ട് അതിലേക്കും കൂടെ റൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ബിരിയാണി പോലത്തെ ഒരു റൈസാണല്ലോ. അപ്പോൾ അവൻ്റെയും ടിഫിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ടിഫിൻ ബോക്സിലൊക്കെ ആക്കിയതിന് ശേഷം ബാലൻസ് വന്ന റൈസാണ് ഇത്രയും ഉള്ളത്. അത് എനിക്ക് ഉച്ചയ്ക്കും ചിലപ്പോൾ കുട്ടികൾ വൈകുന്നേരം വന്നാലും കഴിക്കും. ബാക്കിയുള്ളതൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ട് ദേ മക്കളെ റെഡിയാക്കാനും വേണ്ടിയിട്ട് ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഈ ടിഫിൻ വെച്ചിരിക്കുന്നത് ഹയാൻകുട്ടൻ വന്നു കഴിഞ്ഞാൽ അവൻ ഫുഡ് കഴിച്ചിട്ട് അവൻ എടുത്തിട്ട് പോകാനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ദേ മക്കളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുച്ചുകുട്ടിയുടെ യൂണിഫോം എന്തേ കിട്ടിയില്ലേന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഹെയ്സൂനെ റെഡിയാക്കുകയാണ്. ഇതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഹെയ്സൂനും ചുച്ചുനെയും പോയി കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ചുച്ചുക്കുട്ടീൻ്റെ തലയൊക്കെ ഒന്ന് വാരി കൊടുക്കണം. പിന്നെ ചുച്ചുക്കുട്ടീനെ മുടി വെട്ടാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറഞ്ഞേക്ക് കേട്ടോ. പിന്നെ ഇവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നോ അതേപോലെ നമ്മുടെ ഇച്ചിലു ബേബിക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആൾക്കാർ റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞാണ്. അപ്പോൾ അവരിങ്ങനെ പോസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഹയാൻകുട്ടനെ ആദ്യം കൊണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഇവരെ ആക്കുന്നത്. അപ്പോഴേക്കും ഇവർ എൻ്റെ കൂടെ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കാനും കുടയാനും ഒക്കെ ദേ വന്ന് കൂടെ തന്നെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇച്ചിലു ബേബിയും കൂടെ. ഇനിയിപ്പോൾ ഇച്ചിലു ബേബി ഫുഡ് കഴിച്ചതുകൊണ്ട് പിന്നെ അവളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പിടലും കുളിപ്പിക്കലും ഒക്കെ. ഇവർ ഇറങ്ങിക്കഴിഞ്ഞാലാണ് കേട്ടോ ഞാനത് പോയി ചെയ്യുന്നത്. അല്ലാതെ എണീറ്റ് ഉടനെ അത്രയും വലിയ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഈ പണീൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അവളെ കുളിപ്പിക്കുക എന്നുള്ളതൊന്നും എനിക്ക് നടക്കില്ല. ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ആരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയപ്പർ നിനക്ക് പെട്ടെന്ന് മാറ്റി കൊടുത്തൂടെയോ കുട്ടിയുടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി അവൾ അപ്പിട്ട് കഴിഞ്ഞാലാണ് നമ്മൾ മാറ്റി കൊടുക്കുക. വെറുതെ ഒരു ഡയപ്പർ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ അധികം ഡയപ്പർ അങ്ങനെ യൂസ് ചെയ്യലില്ല. എങ്കിൽ പോലും രാവിലെ ഈ നമ്മുടെ സ്കൂൾ പണീൻ്റെ തിരക്കിൽ കൂടെ നമുക്കെല്ലാം കൂടെ ഒന്നും നടക്കില്ല. ഞാനും മനുഷ്യനല്ലേ. അപ്പം ആളതേ അവരൊക്കെ പോകുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മക്കളും ഇങ്ങനെ ആയിരിക്കൂലേ, മൂത്ത കുട്ടികൾ പോകുമ്പോൾ ഇങ്ങനെ കരച്ചിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇച്ചിലു ബേബീനെ പോയി കുളിപ്പിക്കാനായിട്ട് പോവാണ്. ദേ കുളിപ്പിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഭയങ്കര അനുസരണയാണ്, അങ്ങോട്ടേക്ക് ഓടിക്കോളും. നമ്മൾ എന്തിനാണ് വിളിക്കണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആൾ അപ്പുറത്തേക്ക് ഒറ്റ ഓട്ടം എന്നിട്ട് നമ്മളെ കളിപ്പിക്കലായിരിക്കും മെയിൻ പരിപാടി. പിന്നെ ഈ ഒരു ഉടുപ്പ് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള നമ്മുടെ ഫ്രണ്ട് നമുക്കിത് അവർ സ്റ്റിച്ച് ചെയ്യുന്നതാണ്, അങ്ങനെ അയച്ചതാണ് പ്രൊമോഷൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല നല്ല ഐറ്റംസിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ സ്റ്റോറി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇച്ചു ബേബീനെ റെഡിയാക്കി ക്രീമൊക്കെ തേച്ച് കൊടുത്ത് ഞാനിത് എൻ്റെ വർക്കിലേക്ക് ഇരുന്നിട്ടുണ്ട്. എനിക്ക് കുറേ വർക്കുകൾ എഴുതി വെക്കാനും കണക്ക് കൂട്ടാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഇതാണ്. സാലഡിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലെക്സും കൂടെ ഇട്ടിട്ട് കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കണക്ക് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാണ്. പിന്നെ ഇതേ മക്കൾ ഇത് മദ്രസ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ രാത്രിയിലെ ഫുഡ് കൊടുക്കലാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 5:30 മദ്രസ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഒരു 7 മണിക്കാണ് മദ്രസ കഴിയുക, നമസ്കാരവും കഴിഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അവർക്ക് എന്തെങ്കിലും കളിക്കാനും മറ്റേതിനൊക്കെ ഇട്ടിട്ട് പിന്നെ ഫുഡ് കൊടുക്കുക. ഒരു 8:30 ആകുമ്പോഴേക്കും ഇവരെയും കൊണ്ട് റൂമിലേക്ക് ഒരൊറ്റ ഓട്ടമാണ് ഉറക്കാനും വേണ്ടിയിട്ട് കേട്ടോ. ആദ്യം ഒരാളായിരിക്കും ഉറങ്ങുക, പിന്നെ ഒരാൾ, പിന്നെ ഏകദേശം ഒരുപാട് ലേറ്റ് ആവും എല്ലാവരും ഒന്ന് ഉറങ്ങി കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഭക്ഷണം കൊടുക്കലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കലാപരിപാടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും ചാടിയിട്ടും ഒക്കെ. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ നമ്മുടെ വാളയാറിലൊരു സ്കൂളിലെ ടീച്ചറെ സർപ്രൈസായിട്ട് അവിടെ കുട്ടികൾക്ക് നമ്മളിങ്ങനെ ടേബിളും മറ്റതൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഉണ്ടായിരുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ പറയുകയാണ്, ഒരു 3-4 ദിവസം അടുപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ. ആ മക്കളുടെ ടേബിളൊക്കെ അങ്ങനെ പൊട്ടിപ്പോവാണ്, ഇരിക്കാൻ പറ്റുന്നില്ല, താഴെയാണ് എത്തി പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയിട്ട് അവർക്ക് സർപ്രൈസ് കൊടുത്താണ്. അന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 ഉമ്മാമ്മമാരും ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അവരെ വീണ്ടും നമ്മൾ കാണാനായിട്ട് പോകുന്നുണ്ട്. അതിൽ വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ഫാമിലിയിൽ ഒരു അടിപൊളി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും വണ്ടിയിൽ ഒന്നിച്ച് ഇതുപോലൊരു വലിയ വണ്ടി പിടിച്ചിട്ടാണ് പോയത്. മൊത്തത്തിൽ യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടയേർഡായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും കൂടെ നമ്മുടെ ഇച്ചിലു ബേബീനെ കരയിപ്പിക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ ഫാമിലിയാണ്. അങ്ങനെ നമ്മൾ പോവാണ്. എന്താ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിലെ മൊത്തത്തിൽ 4ാമത്തെ നമ്മുടെ ഒരു വക്കീൽ ഉണ്ടായതാണ്. എൻ്റെ കസിൻ്റെ മോളാണ്, എൻ്റെ അമ്മായിയുടെ പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫാമിലീനെ മൊത്തം ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവരെയും. ഇതിൽ എന്താ അവിടെ നടക്കണമെന്ന് പോലും അവർക്ക് അറിയില്ല. അവൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഇവിടെ ഒരു പഞ്ചാരക്കിളികൾ പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
രാവിലെ അങ്ങനെ നേരത്തെയാണ് നമ്മൾ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 26-27 പേര് അങ്ങനെ എത്രയോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എറണാകുളം ഹൈക്കോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഓരോ കാഴ്ചകളും. എവിടെ നോക്കിയാലും കറുപ്പ് കോട്ടും ഇട്ടിട്ട് കുറേ കുട്ടികളും എല്ലാവരുമായിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇതിൽ വന്നിട്ട് ഈ സെൻറ്ററിൽ ഇരിക്കുന്നത് ഒരു അഡ്വക്കേറ്റാണ്, അഡ്വക്കേറ്റ് അബു താഹിർ. ഇത് വന്നിട്ട് രണ്ടാമത്തെ വക്കീലാണ്. ഫസ്റ്റത്തെ സീനിയർ വക്കീൽ നമ്മുടെ കൂടെ വന്നിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കസിൻ്റെ മോൾക്കാണെന്ന് പറഞ്ഞല്ലോ, അവൾ വന്നിട്ട് അവർ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നിട്ട് അന്നത്തെ ദിവസം ഒരു 3 മണിക്കാണ് അവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്, അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇവരെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ താരം, ഇന്നത്തെ താരം. 5 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് അവർ എൻറോൾ ചെയ്യാണ് കേട്ടോ. അൻസബ ഷെറിൻ എന്നാണ് പേര്. ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു 10-20 ദിവസം മുമ്പത്തെ സംഭവമാണ് എന്നുള്ളത്. ഇവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ അനിയനാണ്. അനിയൻ എന്ന് പറയുമ്പോൾ എൻ്റെ അളാപ്പാൻ്റെ മോനാണ്. അതെൻ്റെ അനിയത്തിയാണ്, അതായത് അവളുടെ നാത്തൂനാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല, ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ കുറേ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇവരുടെ കല്യാണ വീഡിയോയും എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തുള്ള ഹാളിലേക്ക് അവിടെ പോവാണ്. അവിടെ നിന്ന് ഈ ഒരു എൻറോൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ നോക്കുമ്പോൾ ബാർ കൗൺസിലിൻ്റെ ഈ ഒരു പുതുക്കി പണിത് ഒരു സംഭവം ഉദ്ഘാടന ദിവസമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ കയ്യേറി ഗൈസ്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. മൊത്തത്തിൽ മഴ ഇങ്ങനെ നനയായിരുന്നു. ഈ എൻറോൾമെൻറ്റ് നടക്കുന്ന അതിൻ്റെ ഉള്ളിലേക്ക് 4 പേർക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. പിന്നെ അങ്ങനെ 4 പേര് മാത്രം പോയി. പിന്നെ വക്കീലന്മാർക്ക് കയറാൻ പറ്റുന്നതുകൊണ്ട് വേറെ 2 വക്കീലന്മാരും കൂടെ കയറി, കസിൻസും. അപ്പോഴാണ് പെട്ടെന്ന് നമുക്കും കൂടെ ചിലപ്പോൾ കയറാൻ പറ്റും. എനിക്കത് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ആ ഒരു അവസരം ഉണ്ടായി. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. Sankirtana R is enrolled. Ansaba Shirin K. Wow. Ansaba Shirin K is enrolled. Devasri Jayaraj. എനിക്കെന്താണെന്നറിയില്ല, ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയ പോലെ ഭയങ്കര സന്തോഷമായിരുന്നു അത് കാണുന്ന സമയത്ത്. എനിക്ക് കാണാനുള്ള ഭാഗ്യവും കിട്ടി. ഞങ്ങൾ തിരക്ക് പിടിച്ച് ഓടിയതും കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അൻസബ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതും എൻറോൾ ചെയ്യുന്നതും. എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എനിക്കുണ്ടായ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത്. അപ്പോൾ ഇവളിങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ എനിക്ക് ഞാനായ പോലൊരു ഫീലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞതും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഹൈക്കോർട്ടൊക്കെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ, വലിയ ബിൽഡിങ്. ഞാൻ എന്നിട്ട് ചോദിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്നുള്ളത്. ഇത്രയും വലിയ ബിൽഡിങ്ങും ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് നേരിട്ട് കാണുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നൊക്കെ കണ്ട്, പിന്നെ കുറേ ആരൊക്കെയോ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ കളിച്ച്, പിന്നെ അപ്പോഴേക്കും മഴയൊക്കെ നിന്നു. പിന്നെ ഇന്നത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴാണ് ആ വലിയ സംഭവം ഉണ്ടാകുന്നത് ഗൈസ്. അതായത് വലിയൊരു അപകടം ഉണ്ടായി, പക്ഷെ അതിലും പടച്ചോൻ എന്നെ സംരക്ഷിച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ട്, അല്ലെങ്കിൽ തലേ ദിവസം ഉമ്മാമ്മമാരെ പോയി കണ്ടത് കൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരുപാട് പേരുടെ ദുആ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ഉണ്ടാവേണ്ട അത്രയും വലിയ അപകടത്തിൽ നിന്നും പടച്ച റബ്ബ് രക്ഷിച്ചു. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ എന്താ പറയുക, കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്തി കൊണ്ടു എന്ന് വിചാരിച്ചാൽ മതി എന്നുള്ളത്. അത് ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ട് അനുഭവിച്ചു. ആർക്കാന്ന് വെച്ചാൽ നമ്മുടെ ഹെയ്സൂനാണ്. നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണ് കേട്ടോ മെയിൻ ഫോട്ടോഗ്രാഫർ. ഇവർക്കൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുത്ത്, ഇത് നമ്മുടെ ഫാമിലിയുള്ള അങ്ങനെ 3 അഡ്വക്കേറ്റ്മാരാണ്. ഇത് ഇവരുടെ ഫാമിലിയാണ്. ഇവൻ എൻജിനീയറാണ്, ഇവനെ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വക്കീലും പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹെയ്സൂൻ്റെ കഥയിലേക്ക് നമ്മൾ വരാം. എല്ലാവരും ബോട്ടിങ് പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബോട്ടിങ് പോവാണ്. എനിക്ക് വെള്ളത്തിൽ പോകുമ്പോൾ തന്നെ എന്തോ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഹയാനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നു. ഈ ഒരു ബേജാർ ഉണ്ടാവുമല്ലോ, എന്തോ സംഭവിക്കാൻ പോകണോ എന്നുള്ള പോലെ. ആ ഒരു ബേജാർ നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്നറിയില്ല, എനിക്ക് നല്ലോണം ഇങ്ങനെ വരും കേട്ടോ എന്തെങ്കിലും സംഭവിക്കാൻ പോകുമ്പോൾ. അപ്പം ഈ ബോട്ടിങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മെട്രോയിൽ പോവാണ്. അപ്പോൾ മെട്രോയിൽ അവിടെ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ട് ബാക്കി വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കെന്തോ ഭയങ്കര ബേജാറാവുന്നുണ്ട്, ടെൻഷൻ ആവുന്നുണ്ട്, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ബോട്ടിൽ പോകുമ്പോൾ തന്നെ അധികം ഷൂട്ടൊന്നും ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര എന്തോ ഒരു പേടി ടെൻഷനായിട്ട്. എന്നിട്ട് എല്ലാവരും പറഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. റെനക്കുട്ടിയാണ് പിന്നെ ഷൂട്ടൊക്കെ കുറച്ചെങ്കിലും
ചെയ്തത് കേട്ടോ. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് മെട്രോയിൽ പോകാമെന്ന് പറഞ്ഞ് ഇവരൊക്കെ അങ്ങനെ തീരുമാനിച്ച് പോകേണ്ടവരൊക്കെ പോയിക്കോളും, ഞാനില്ല എന്ന് പറഞ്ഞ് ഞാനും ഇച്ചുലു ബേബിയും ഹെയ്സും ഉണ്ട്, എൻ്റെ കുറച്ച് കസിൻസും വണ്ടിയിലുണ്ട്, ബാക്കിയുള്ളവരൊക്കെ പോയിട്ടാണ്. അതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് ഹെയ്സുക്ക് ബാത്റൂമിലേക്ക് പോകണം പറഞ്ഞ് റോട്ടിലാണ് നിർത്തിയിട്ടുള്ളത്. സൈഡിൽ ഇറങ്ങിയിട്ട് മഴയോട് കൂടെ പിന്നെ എളാപ്പ വേഗം മൂത്രയിക്കാനായിട്ട് വിട്ടു. അത് കഴിഞ്ഞത് ഇച്ചുലു ബേബിക്ക് ഡയപ്പർ ഇല്ലാതെ ഞാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇക്കല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ബുദ്ധിമുട്ടിയത് കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടേന്ന് വിചാരിച്ചിട്ടാണ് ആൾ വരാതിരുന്നത്. എന്നിട്ടില്ലേ അപ്പോൾ ഡയപ്പറും ഇല്ല, പിന്നെ നല്ല പേരും മഴയാണ്. കുട പിടിച്ചിട്ട് ഇച്ചുലു ബേബിനെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അവളെ മൂത്രയിപ്പിച്ചിട്ട് ഉള്ളിലേക്ക് കയറി അവൾക്ക് പാൻറ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് സൈഡിലും കൈ പിടിക്കുന്ന സംഭവം അത് പിടിച്ചിട്ട് ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നുണ്ട്, ഒതുങ്ങി തന്നെ കളിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ വിരട്ടിയിട്ട് അവിടെ പിടിച്ചിരുത്താണ് ചെയ്യാമെന്ന് നോക്കി എനിക്ക് എന്തോ ഒരു സ്നേഹം വന്നു. വീഴൂലേന്ന് കൊഞ്ചി ചോദിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും എന്തോ ഒരു സൗണ്ട് കേട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കുട്ടി ചോര വന്നിട്ട് ഇങ്ങനെ കിടക്കാം. വേഗം ഓടിപ്പോയി എടുത്ത് നോക്കിയതും കണ്ണിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ഭയങ്കര കട്ടിക്ക് ഇങ്ങനെ ചോര ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. നോക്കി നിൽക്ക തലേൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ടെൻഷനായി. നോക്കിയപ്പോൾ ഉണ്ട് കണ്ണിൻ്റെ മുകളിൽ നല്ലൊരു മുറിവായിട്ടുണ്ട്. ഈ വീണ ഭാഗത്ത് ഒരു ആണി പുറത്തേക്ക് ഇങ്ങനെ കുത്തി നിൽക്കുന്നതാണ്. സത്യം പറയാലോ, കണ്ണിൻ്റെ ഉള്ളിലേക്ക് കുത്തേണ്ട ആ ഒരു സാധനം പടച്ചോൻ കാത്തിട്ട് സൈഡിൽ ആയി എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ തൊട്ടടുത്തൊരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു, ബസ്സിൽ തന്നെ ആ വണ്ടിയിൽ തന്നെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ പോയി അവിടെ ചെക്ക് ചെയ്ത് നോക്കി. അവർ ക്ലീൻ ചെയ്തപ്പോൾ പറഞ്ഞു സ്റ്റിച്ച് ഇടേണ്ടി വരും, കണ്ണിൻ്റെ മുകളിലത്തെ ആ മുറിവിൽ സ്റ്റിച്ച് ഇടേണ്ടി വരും, തലൻ്റെ പിന്നെ സ്ക്രാച്ച് ആയ പോലെയാണ് ഉള്ളത്, അത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവർ ഡ്രസ്സിങ് ചെയ്തിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഏതാണെന്നറിയോ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയിക്കോളൂ. ഞാൻ പറഞ്ഞു സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ സ്കാർ വരില്ലേ, സ്കാർ വരാൻ പാടില്ല, മുഖമല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് വന്നിട്ട് അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണാർക്കാട് വഴി പോകുമ്പോൾ 2 ചേച്ചിമാർ ബിരിയാണി ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ അവർക്കൊരു സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവർക്കൊരു വീഡിയോ ഒക്കെ ചെയ്ത് കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതാണ് കേട്ടോ. അപ്പം ബാക്കി കഥ പറയാം. എന്നിട്ട് അങ്ങനെ സ്കാർ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്ന് ചെയ്താൽ എന്തായാലും സ്കാർ വരും, നിങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, അവിടെ സർജിക്കൽ ഗ്ലൂ ഉണ്ട്, അത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്കാർ വരില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ എനിക്കിങ്ങനെ മടിയുണ്ട്, എൻ്റെ കുട്ടിക്ക് സുഖവുമില്ല, പക്ഷേ ഈ ഒരു വണ്ടി ആൾക്കാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കണമല്ലോ പഠിച്ചോനെ എന്നിട്ട്. അപ്പം എൻ്റെ അബുമച്ചാനാണ് പറഞ്ഞത് നീ അതൊന്നും നോക്കണ്ട, ആദ്യം കുട്ടീൻ്റെ കാര്യമാണ് നോക്കേണ്ടത്, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാമെന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഹെയ്സൂന് ഭയങ്കര തളർച്ചയും ക്ഷീണവും പോലെ തോന്നി. അത്രയും നേരം ഞാൻ പിടിച്ചു നിന്നു. രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിയതോടെ ഇവന് വിശന്ന് കഴിഞ്ഞ് അവന് പിടിച്ചേക്കാൻ പറ്റില്ല, പക്ഷേ ഇവൻ അങ്ങനെ തളർന്ന പോലെ തോന്നി. ഞങ്ങൾക്ക് വേറെ എന്തൊക്കെയോ തോന്നി, തലയിൽ അടിപറ്റിയതല്ല, ഇനി തലയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ കരയാനൊക്കെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇവർക്കും ടെൻഷനുണ്ട്, പക്ഷേ ഇവരൊക്കെ എന്നെ സമാധാനപ്പെടുത്തി. എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ആ ഒരു സമയമുണ്ടല്ലോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചുറ്റും എല്ലാവരും നിന്ന് നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സമയം. പിന്നെ എത്രയും പെട്ടെന്ന് വേഗം ഡോക്ടേഴ്സൊക്കെ വന്ന് നോക്കി അവൻ ആൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ സർജിക്കൽ ഗ്ലൂ വെച്ച് നമ്മുടെ മുന്നിൽ വെച്ചിട്ടാണ് അവർ ഒട്ടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിതിപ്പോൾ പുറത്ത് പറയുന്നത്. പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മക്കൾ എപ്പോഴാണെങ്കിലും വീഴാം. അപ്പോൾ ഇതുപോലെ സർജിക്കൽ ഗ്ലൂ ഉണ്ട്, നമുക്ക് വലിയതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ഇടാതെ അങ്ങനെ ഒട്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ വല്ലതും അറിയുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരൊക്കെയോ ദുആ കൊണ്ടാണ് എന്തൊക്കെയോ അപകടങ്ങൾ വരുന്നത്, നമുക്ക് തട്ടി തട്ടി നീങ്ങി പോകുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, ആ പ്രാർത്ഥനകൾ എനിക്ക് രക്ഷയായിട്ട് എൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട്. ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് എന്തോ വലുത് വരാനിരുന്നത് ചെറുതായിട്ട് പോയതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ആണി ഒരു നിമിഷം മതി എൻ്റെ മോൻ്റെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കുത്താൻ. അങ്ങനെയൊന്നും ഇല്ലാതെ പഠിച്ചെന്ന് സംരക്ഷിച്ച് നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ട് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് പറയുന്ന ആ ഒരു രീതിയിലാണ് ഞാനിതിപ്പോൾ നിങ്ങളോട് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് ബിരിയാണിക്ക് ഉള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഇതേ ബിരിയാണി നമ്മൾ വേറൊരു ഭാഗത്തേക്ക് അർജൻറ്റായിട്ട് നമ്മൾ പോവായിരുന്നു. അങ്ങനെ ആ ബിരിയാണി വാങ്ങി അവരുടെ നിന്ന് ഒരു 3 പൊതി ബിരിയാണിയൊക്കെ വാങ്ങി നമ്മൾ വണ്ടി നിർത്തി അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മണ്ണാർക്കാട് ആരെങ്കിലും ആ ഒരു മലൻ്റെ വഴിയിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മുക്കിൽ അവർ വെക്കുന്നുണ്ട്, അവരൊന്ന് സപ്പോർട്ട്